നിയമസഭയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മറുപടിയിൽ തകർന്നു പോയത് കോട്ടയത്ത് മാപ്രകളുടെ സഹായത്തോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെട്ടിപ്പൊക്കിയ ആകാശപാത. ഒരു പോസിറ്റീവായിട്ട് മറുപടി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല. കാരണം നിലവിൽ കൈവാക്ക് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കിറ്റ്കോയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 17.89 കോടി രൂപ കൂടാതെ IIT നിർദ്ദേശപ്രകാരം സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുകയും തുടർ പരിപാലനത്തിനുള്ള തുകയും ചേർത്ത് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടി വരും. ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊളിച്ചു മാറ്റേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. ആയതിനാൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടയം സ്കൈവാക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വളരെ ദൗർഭാഗ്യത്തോടെ അറിയിക്കുന്നു. ഇതുവരെ നഗരത്തിൽ പണി തീരാത്ത കമ്പിക്കൂട് മാത്രമായിരുന്നുവെങ്കിൽ സഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് അതിനു പിന്നിൽ അഴിമതി കൂടിയുണ്ടെന്ന് പൊതുജനത്തെ അറിയിച്ചിരിക്കുകയാണ് കോട്ടയം MLA. വാട്സാപ്പ് ബാർ കോഴ ഉണ്ടാക്കി സർക്കാരിനെ കുരുക്കാനിറങ്ങിയ അപ്പനും മകനും സ്വയം ഉണ്ടാക്കിയ അഴിമതിപ്പാതയുടെ കുരുക്കിൽ വീണുകിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കുമളി റോഡിലേക്ക് വാഹനങ്ങൾ തിരിയുന്ന പ്രധാന ഭാഗത്ത് റോഡ് ഭാഗികമായി തടസ്സപ്പെടുത്തിയാണ് ഇപ്പോൾ ആകാശപാതയുടെ ഒരു തൂണ് നിൽക്കുന്നത്. അതിനാൽ അവിടെ റോഡിൽ കുരുക്ക് വർദ്ധിച്ചു വരുന്നു. സാങ്കേതിക പിശക് വ്യക്തമാണ്. CSI ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സ്ഥലത്ത് ഒരു തൂണ് വരുന്ന വിധമായിരുന്നു ആദ്യ പദ്ധതി. പക്ഷേ പിന്നീട് CSI സഭ മാറി ചിന്തിക്കുകയും സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തതോടെ അലൈൻമെൻറ്റിൽ മാറ്റം വന്നു. അധികമായി ഒരു ഊന്നുകൊടുത്ത് നിലനിർത്തുന്ന സ്ഥിതിയിലുമായി. കോട്ടയം നഗരത്തിലെ ആകാശപാത നിർമ്മാണവുമായി ഇനി മുന്നോട്ട് പോകാനാവില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ നിർമ്മാണത്തിൽ സർക്കാർ പണം തോന്നിയതുപോലെ ചിലവാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കലാണ്. ഇത്തരം നിർമ്മാണങ്ങളുടെ കരാർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് നൽകണമെന്ന നിയമം ലംഘിച്ചാണ് തിരുവഞ്ചൂർ നിർമ്മാണം കിറ്റ്കോയ്ക്ക് നൽകിയത്. കിറ്റ്കോയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടന്നു. ആകാശപാത പദ്ധതിയുടെ എഞ്ചിനീയറിംഗിൽ പിഴവ് പറ്റിയെന്നും തുക ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. അതിൽ ഉദ്യോഗസ്ഥർ മാത്രമാണോ പ്രതിയെന്നാണ് ഇനി അറിയാനുള്ളത്. കോട്ടയത്തിന് മുഖച്ഛായ മാറ്റുന്ന വൻ പദ്ധതിയുമായി മുൻ സർക്കാരും MLAയും മാത്രമല്ല സ്ഥലം വിട്ടുകൊടുത്ത നഗരസഭയും അവതരിപ്പിച്ച പദ്ധതി നാണക്കേടിൻ്റെ പര്യായമായി നിൽക്കുകയാണ്. കപട വികസനത്തിന് ഉദാഹരണമായിരിക്കുകയാണിത്. പ്രമുഖ സ്വകാര്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ പേരിൽ കാലങ്ങളായി അറിയപ്പെടുന്ന റൗണ്ടാനയ്ക്ക് മുകളിലാണ് നിർദ്ദിഷ്ട ആകാശപാത. ബേക്കറി ജംഗ്ഷനും നഗരസഭ ആസ്ഥാനത്തിനും ഇടയിലായി 5 റോഡുകൾ ചേരുന്ന തിരക്കുള്ള ജംഗ്ഷനാണിത്. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ. റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കാൻ മാർഗം അത്യാവശ്യം. പക്ഷേ പദ്ധതിയിൽ സാമാന്യ ബുദ്ധി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആകാശപാതയുടെ ഘടനയിൽ തൃപ്തിയില്ലെന്ന് പാലക്കാട് IIT റിപ്പോർട്ട് നൽകി. ചട്ടക്കൂട് ശക്തിപ്പെടുത്തുവാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം 5 കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് ഇപ്പോൾ 17 കോടിയിലേറെ രൂപ വീണ്ടും മുടക്കേണ്ടി വരും. സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അതിൽ കൂടുതൽ തുക ചിലവാകും. പണി പൂർത്തിയാക്കാൻ 6 ലിഫ്റ്റും 3 സ്റ്റെയർ കേസും വേണമെന്നാണ് നാറ്റ്പാക്ക് പറയുന്നത്. നഗരത്തിൻ്റെ തുടർ വികസനവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഇത് പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും അവർ തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. 2 കോടിയോളം രൂപ മുടക്കി വലിയ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചെങ്കിലും നിർമ്മാണം പിന്നീട് മുന്നോട്ട് പോയില്ല. പദ്ധതി അപ്രായോഗികമാണെന്ന് ബോധ്യമായതോടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള വഴി തേടുകയാണ് MLA. അതിനായി അദ്ദേഹം CPIM കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് തടസ്സമെന്ന വിചിത്രവാദം ഉയർത്തിയിരിക്കുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഒരു പ്രമേയവും പാസാക്കി ഞങ്ങൾ എന്തെങ്കിലും പ്രമേയം പാസാക്കി പ്രസ്താവന നൽകുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകാറുണ്ട്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുമ്പ് ഇതിനു മുമ്പ് CPIMന്റെ അങ്ങനെ ഒരു പ്രസ്ഥാനം കിട്ടിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല, അങ്ങനെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഇതിനനുസരിച്ച് ഞങ്ങളുടെ നിലപാടുണ്ട്. തിരുവഞ്ചൂരിൻ്റെ ഇത്തരം നിർമ്മിതികൾ കോട്ടയത്ത് ധാരാളം കാണാം. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കോടിമതയിൽ പണി തീരാതിരിക്കുന്ന പാലം. വഴിക്ക് സ്ഥലം പോലും ഏറ്റെടുക്കാതെ കോടികൾ മുടക്കിയാണ് പാലം പണിതിരിക്കുന്നത്. ഈരയിൽ കടവിൽ വാട്ടർ ഹബ് എന്നൊരു പദ്ധതിക്കും പണം മുടക്കി. അതും പ്രയോജനരഹിതമാണ്. പൊതുപണം ഇത്തരത്തിൽ ദുർവ്യയം ചെയ്ത് ആർക്കു വേണ്ടിയാണെന്ന് വാട്സാപ്പ് നേതാവ് ജനത്തിനോട് മറുപടി പറയേണ്ടി വരും. തിരുനക്കര ചുറ്റുവട്ടത്ത് നിന്ന് സർക്കാരിനെ കുറ്റം പറഞ്ഞിരുന്നവർ പദ്ധതിക്ക് പിന്നിലെ അഴിമതി കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെടണമെന്നാണ്
അത്തരക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളത്.